ഇന്നത്തെ ഗോസ്പലിലെ അന്ധനായ യാചകൻ്റെ പ്ലേസ്മെൻറ്റ് നോക്കി. അയാൾ ജെറീക്കോയിലാണ്. ജെറീക്കോന്ന് ജെറുസലേമിലേക്കുള്ള ദൂരം 15 മൈലാണ്. അപ്പോൾ ജെറുസലേമിലേക്ക് പിലിഗ്രിമേജിന് പോകുന്ന ആൾക്കാരുടെ ഏറ്റവും അടുത്ത ഇടത്താവളമാണ് ശരിക്കും ജെറീക്കോ എന്ന് പറയാൻ. പ്രത്യേകിച്ച് പെരുന്നാൾ സമയത്തൊക്കെ അവിടെ കുറേ അധികം യാചകർ വന്നുകൂടും. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം കളക്ഷൻ പോയിൻ്റാണ്. അതുകൊണ്ടാണ് അന്ധനായ യാചകൻ അവിടെ ഇരിക്കുന്നത്. ഇനി ഇയാൾ നേരത്തോട്ട് യാചകനായിരുന്നില്ല. ഇയാൾക്ക് കാഴ്ചയുണ്ടായിരുന്ന മനുഷ്യനാണ്. ഇയാൾ നന്നായിട്ട് പണിയെടുത്ത് ജീവിച്ച മനുഷ്യനാണ്. പക്ഷെ എന്തോ കാരണം കൊണ്ട് കാഴ്ച നഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഈ മനുഷ്യന് വേറെ നിവൃത്തിയില്ല. അങ്ങനെയാണ് ഈ മനുഷ്യൻ കൈ നീട്ടി തുടങ്ങിയത്. ഈ മനുഷ്യന് ഈ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി കൈ നീട്ടുമ്പോഴും ഈ മനുഷ്യൻ്റെ ഏറ്റവും വലിയ സൗന്ദര്യം എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഇയാളുടെ ആവശ്യം ഇയാൾ മറന്നുപോയില്ല. ആ ആവേശം അയാളുടെ ഉച്ചത്തിലുള്ള നിലവിളി നമുക്ക് കാണാൻ പറ്റും. ഈശോ അയാൾ ചോദിക്കുന്നത്, ഞാൻ എന്ത് ചെയ്തു തരണമെന്ന് നീ ആഗ്രഹിക്കുന്നേ? അപ്പോൾ അവൻ ഇങ്ങനെയല്ല പറയുന്നത്, ഇന്നൊന്നും കഴിച്ചിട്ടില്ല, ഒരു നേരത്തെ ഭക്ഷണം കിട്ടിയാൽ കൊള്ളാം. അവനതല്ല ചോദിക്കുന്നേ. അവൻ ചോദിക്കുന്നത് വലിയൊരു കാര്യമാണ്. എനിക്ക് കാഴ്ച വേണം, കാഴ്ച തിരിച്ചു കിട്ടണം. അവനറിയാം അവൻ്റെ മുമ്പ് നിൽക്കുന്ന ചില്ലറക്കാരനൊന്നുമല്ല, അത് ദൈവമാണ്. അപ്പോൾ ദൈവത്തോട് ചോദിക്കുമ്പോൾ കുഞ്ഞു കാര്യങ്ങളല്ല ചോദിക്കേണ്ട, വലിയ കാര്യങ്ങൾ ചോദിക്കണം. നമ്മൾ പലപ്പോഴും കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ചോദിച്ചിട്ട് ദൈവത്തെ ഇങ്ങനെ ചെറുതാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ വലിയ കാര്യങ്ങൾ ചോദിക്കുന്നുമില്ല. പക്ഷേ ഇയാൾ അങ്ങനെയല്ല. ഇവനറിയാം ഇവന് യഥാർത്ഥത്തിൽ എന്താ ആവശ്യമുള്ളതെന്ന്. ഞാനിങ്ങനെ ചിന്തിക്കുകയാണ്, പല സ്ഥലത്തും ട്രാൻസ്ഫറൊക്കെ കിട്ടി പോകുമ്പോഴേക്കേ ആ സ്ഥലങ്ങളിൽ ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യേണ്ട ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവും, ഇതാണ് ഏറ്റവും അത്യാവശ്യം ചെയ്യേണ്ടതെന്ന്. പിന്നെ നമ്മളിങ്ങനെ വേറെ ചില കാര്യങ്ങൾ, ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്ത് വരുമ്പോഴേക്കും ആ പ്രധാനപ്പെട്ട കാര്യം നമ്മൾ മറന്നേ പോകും. നമ്മൾ യൂസ്ഡ് ആവും. അത് വലിയ കുഴപ്പമൊന്നുമില്ല, അങ്ങനെ ഇരിക്കട്ടെ നമ്മൾ വിചാരിക്കുന്നുണ്ട്. ഇതാണ് നമുക്ക് പറ്റുന്ന അബദ്ധം. നമ്മൾ കുറച്ചും കൂടി ലാർജർ പിക്ചറിൽ ചിന്തിക്കുമ്പോൾ നമ്മൾ എന്തിനാണ് ഈ ഭൂമിയിൽ ശരിക്കും വന്നിട്ടുള്ളത്? പക്ഷേ ആ കാര്യമാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് കാഴ്ചയുണ്ട്, പക്ഷെ ഫോക്കസ്ഡ് അല്ല. ഇന്നത്തെ സുവിശേഷത്തിലെ അന്ധയാചകന് കാഴ്ചയില്ല, പക്ഷെ അവൻ ഫോക്കസ്ഡാണ്. അവൻ ആവേശമുണ്ട്, അവനറിയാം എന്താ ആവശ്യമെന്നും.